ഓസിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മുടെ സ്കീം ഓഫ് വർക്ക് പ്രകാരം 4 മാർക്കിനാണ് ചോദിക്കുന്നത്. ആ 4 മാർക്കിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് എക്സാമിൽ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്തത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ പോയിന്റ് ഇതായിരുന്നു, വാട്ട് ഈസ് പീരിയോഡിക് മോഷൻ. എന്താണ് ഒരു പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അറിയാവുന്നതാണ്. പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞാൽ നിശ്ചിത സമയം കഴിഞ്ഞാൽ ആവർത്തിക്കപ്പെടുന്ന ചലനങ്ങൾ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. എങ്ങനെ വേണമെങ്കിലും ചലിക്കാം, പക്ഷെ നിശ്ചിത സമയം കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കണം. ഇതാണ് പീരിയോഡിക് മോഷന്റെ പ്രത്യേകത. ഒരു നിശ്ചിത സമയം കഴിഞ്ഞാലേ ആവർത്തിക്കപ്പെടൂ. അപ്പൊ ചലനം ആവർത്തിക്കപ്പെടാൻ വേണ്ട നിശ്ചിത സമയത്തെ വിളിക്കുന്ന പേരാണ് ടൈം പീരീഡ്. നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പൽ എന്താണ്? ക്യാപിറ്റൽ ടി എന്നാണ്. അപ്പൊ ഒരു പ്രോസസ്സ്, ആവർത്തിക്കപ്പെടുന്ന പ്രോസസ് ഒരു തവണ കംപ്ലീറ്റ് ആവാൻ വേണ്ട സമയമാണ് ടൈം പീരീഡ്. ഇപ്പൊ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങും. അത് എന്ത് ടൈപ്പ് ചലനമാണെന്ന് ചോദിച്ചാൽ അത് നിശ്ചിത സമയം കഴിഞ്ഞാൽ വീണ്ടും ആവർത്തിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്ന ആ ചലനത്തെ വിളിക്കുക പീരിയോഡിക് മോഷൻ എന്നാണ്. ഊഞ്ഞാലാടുന്നത് ഒരു പീരിയോഡിക് മോഷനാണ്. ഒരു നിശ്ചിത സമയം വരെ കേട്ടോ, അത് കഴിഞ്ഞാൽ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു അത് ഡെഡ് ആവും. അപ്പൊ നിശ്ചിത സമയത്ത് വീണ്ടും വീണ്ടും വന്നാൽ ആ ചലനം എന്തായി? പീരിയോഡിക് മോഷനായി. ഒരു ചലനം ആവർത്തിക്കപ്പെടാൻ വേണ്ട ഏറ്റവും ചെറിയ സമയത്തെ വിളിക്കുന്ന പേരാണ് ടൈം പീരീഡ്. ക്യാപിറ്റൽ ടി എന്നാണ് അതിന്റെ സിമ്പൽ. ടൈം പീരീഡ് എനിക്ക് ഇങ്ങനെ എഴുതാം. ആകെ എടുത്ത സമയം 10 സെക്കൻഡ്. എത്ര കറക്കത്തിനാ? 5 കറക്കത്തിന്. ഒരു കറക്കത്തിന്റെ സമയം നമുക്ക് വേണ്ടുള്ളൂ. സ്വാഭാവികമായും 10/5 എന്ന് പറയുമ്പോ ടൈം പീരീഡ് എത്ര വന്നു? 2 സെക്കൻഡ്. ഒരു തവണ കറങ്ങി വരുന്ന എത്ര സെക്കൻഡേ വേണ്ടുള്ളൂ? 2 സെക്കൻഡേ ഉള്ളൂ. അതുകൊണ്ട് ടൈം പീരീഡ് നിങ്ങൾ ഒന്നിൽ കൂടുതൽ ചലനം എടുക്കുന്നുണ്ടെങ്കിൽ, പ്രോസസ് എടുക്കുന്നുണ്ടെങ്കിൽ, അത് കണ്ടെത്തുവാൻ ആകെ എടുത്ത സമയത്തെ, അത്രയും തവണ റിപ്പീറ്റ് ചെയ്യാൻ എടുത്ത സമയത്തെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. 10 സെക്കൻഡ് 5 റൊട്ടേഷൻ ആയതുകൊണ്ട് ആകെ സമയം 10നെ 5 കൊണ്ട് ഹരിച്ചെടുത്തു. സോ ഐ ക്യാൻ ജനറലൈസ് ടൈം പീരീഡ് T is equal to total time taken divided by number of rotations. ടൈം പീരീഡ് കണ്ടെത്താൻ ആകെ സമയത്തെ അതിനെടുത്ത എത്ര റൊട്ടേഷൻ ആണോ എടുത്തത് ആ റൊട്ടേഷൻ കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ ടൈം പീരീഡ് കണ്ടെത്താം. ഓക്കെ അല്ലോ? അപ്പൊ ഒരു പീരിയോഡിക് മോഷനിൽ പ്രധാനപ്പെട്ട ആളാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര തവണ ആവർത്തിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ്. റൊട്ടേഷൻ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്ര തവണ ആവർത്തിച്ചു എന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്രീക്വൻസി. ഫ്രീക്വൻസിക്ക് നമ്മൾ കൊടുക്കുന്ന സിമ്പൽ എന്താണ്? എഫ് ആണ്. നമ്പർ ഓഫ് റൊട്ടേഷൻസ് പെർ സെക്കൻഡ് ആണ്. നമ്പർ ഓഫ് റൊട്ടേഷൻസ് എൻ ആണ്. പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിൽ എത്ര? അപ്പൊ നമ്മൾ അതിന് വിളിക്കുക എന്താണ്? ടൈം ടി എന്നാണ്. ആകെ സമയം കൊണ്ട് ഹരിച്ചപ്പോ ഒരു സെക്കൻഡിൽ എത്രയെന്ന് കിട്ടുകയാണ്. അതുകൊണ്ട് ഫ്രീക്വൻസി ഇക്വേഷൻ എന്തായിരിക്കും? n/t. ടൈം പീരീഡിന്റെ ഇക്വേഷൻ എന്താ? t/n ആണ്. അത് തലതിരിച്ചിട്ടുള്ളതാണ് ഇത്. അതുകൊണ്ട് എനിക്ക് ഫ്രീക്വൻസി ഇക്വേഷൻ എന്ത് എഴുതാം? F is equal to 1/t. ഒന്ന് ടൈം പീരീഡ്, ഒരു പ്രോസസ്സ് ഒരു തവണ കംപ്ലീറ്റ് ആവാൻ വേണ്ട സമയം. ഇത് ഒരു സെക്കൻഡിൽ കംപ്ലീറ്റ് ആയ പീരിയോഡിക് മോഷൻ. ഇതിന്റെ യൂണിറ്റ് നിങ്ങൾക്ക് അറിയാം, ഹെർട്സ് ആണ്. പീരിയോഡിക് മോഷനിലെ രണ്ടാമത്തെ ആളാണ് ഫ്രീക്വൻസി. ഓക്കെ, ആണ് ആംഗുലാർ വെലോസിറ്റി. നമ്മൾ അതിനെ ആംഗുലാർ ഫ്രീക്വൻസി എന്ന് വിളിക്കാറുണ്ട്. ഒമേഗയാണ് സിമ്പൽ. ആംഗുലാർ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് വിത്ത് ടൈം ആണ്. ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി, ഡി തീറ്റ ബൈ ഡി ടി, അല്ലെങ്കിൽ തീറ്റ ബൈ ടി. ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ എടുത്താൽ ഒമേഗയ്ക്ക് തീറ്റ എത്ര റേഡിയൻ ആയി? 2π റേഡിയൻ. ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ഒരു തവണ അത് കംപ്ലീറ്റ് ആയി. അപ്പൊ സ്മോൾ ലെറ്റർ ടി എന്നത് എന്തിനാ ഈക്വൽ ആയി മാറി?
time period equal. So you get a relation omega equal to 2 pi by t. That is t is equal to 2 pi divided by omega. ആവശ്യമുള്ള സംഭവമാണ്. Time period t is equal to 2 pi by omega. Again there is a change. Omega is equal to 2 pi by t. That is 2 pi into 1 by t. 1 by t is f. So you get angular frequency connecting with the linear frequency. Omega is equal to 2 pi f. Periodic motion മൂന്നാമത്താണ്. അപ്പോൾ പീരിയഡ് ആയി, ഫ്രീക്വൻസി ആയി, ആംഗുലാർ വെലോസിറ്റി ആയി. പീരിയോഡിക് മോഷൻ. പീരിയോഡിക് മോഷൻ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നുള്ളൂ? നിശ്ചിത സമയം കഴിഞ്ഞാൽ ആവർത്തിക്കപ്പെടുന്ന ചലനം എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതുകൊണ്ട് ചലനം ആവർത്തിക്കാൻ വേണ്ട മിനിമം സമയത്തെ വിളിച്ച പേരാണ് ടൈം പീരിയഡ്. അപ്പൊ ഞാൻ എഫ് ഓഫ് ടി കൊണ്ട് ഒരു പീരിയോഡിക് മോഷൻ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ടൈം പീരീഡ് കൂടി ചേർത്ത സമയത്തിന് ശേഷം വീണ്ടും ആവർത്തിക്കപ്പെടും. അപ്പൊ ക്യാപിറ്റൽ ടി സമയത്തിനോട് കൂടി ഫംഗ്ഷനോട് കൂടി ചേർത്താൽ ഇതേ ഫംഗ്ഷൻ തിരിച്ചു കിട്ടും. അതുകൊണ്ട് ദിസ് ഈസ് ദ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഓഫ് എ പീരിയോഡിക് മോഷൻ. എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ടി പ്ലസ് ദ ടൈം പീരീഡ്. ഒരു തവണയും കൂടി ടൈം പീരീഡ് കഴിഞ്ഞാലോ വീണ്ടും തന്നെ ആവർത്തിക്കപ്പെടും. വേണമെങ്കിൽ അപ്പൊ എനിക്ക് ഇങ്ങനെ എഴുതാം, എഫ് ഓഫ് ടി പ്ലസ് 2 ടൈം പീരീഡ്. So this is the mathematical expression of a periodic motion. F of t is equal to f of t plus t. അങ്ങനെയെങ്കിൽ സൈൻ ഒമേഗ ടി എന്ന് പറയുന്നത് ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആയിരിക്കണം. കാരണം സൈൻ ഒമേഗ ടിയോട് കൂടി ക്യാപിറ്റൽ ടി ടൈം പീരീഡ് കഴിഞ്ഞ് ചേർത്താൽ 2 പൈ ബൈ ഒമേഗ ആഡ് ചെയ്താൽ ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് എടുത്താൽ വീണ്ടും എന്തെന്നെ കിട്ടും? സൈൻ ഒമേഗ ടി. സൈൻ ഒമേഗ ടി പ്ലസ് 2 പൈ ഈക്വൽ ടു സൈൻ ഒമേഗ ടി. അങ്ങനെയാണെങ്കിൽ ഇയാളും പീരിയോഡിക് ആയിരിക്കണം. കോസ് ഒമേഗ ടി, ബിക്കോസ് കോസ് ഒമേഗ ഇൻറ്റു ടി പ്ലസ് ടി വിൽ ബി ദ സെയിം ഫംഗ്ഷൻ കോസ് ഒമേഗ. സൈനും കോസും പീരിയോഡിക് ആണെങ്കിൽ യു ക്യാൻ റൈറ്റ് എ സൈൻ ഒമേഗ ടി, എ is amplitude, plus b cos omega t will be definitely a periodic function. ഇതൊക്കെ എന്തായിരിക്കും? പീരിയോഡിക് ആയിരിക്കും. ഫ്യൂരിയർ തിയറി പ്രകാരമാണ് അത് പറയുന്നത്. അപ്പൊ സൈൻ ഒമേഗ ടി പീരിയോഡിക്, കോസ് ഒമേഗ ടി പീരിയോഡിക്. അങ്ങനെയാണെങ്കിൽ സൈൻ്റെ കോസിന്റെ തുകയായ ഈ പറയുന്ന ഫംഗ്ഷൻ എന്തായിരിക്കും? പീരിയോഡിക് ഫംഗ്ഷൻ ആയിരിക്കും. അപ്പൊ പീരിയോഡിക് ഫംഗ്ഷനെ കുറിച്ചായല്ലോ. ഓസിലേഷനിലെ പ്രധാനപ്പെട്ട ഒരാളാണ് പീരിയോഡിക് മോഷൻ. രണ്ടാമത്തെ മോഷൻ നോക്കാം. അടുത്ത ടൈപ്പ് മോഷനാണ് നമ്മൾ ഓസിലേഷനെ കുറിച്ച് പറയുന്നത്. എന്താണ് ഓസിലേഷൻ എന്നതാണ്? ഓസിലേഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ഊഞ്ഞാലാടുന്നതാണ്. ഊഞ്ഞാലാടുന്നത് മുന്നോട്ട് പോകുന്നു, പുറകോട്ട് പോകുന്നു. നിങ്ങൾ ഊഞ്ഞാലാട്ടിയിട്ടില്ലെങ്കിൽ അത് റെസ്റ്റിൽ വന്ന് നിൽക്കും. ആ റെസ്റ്റിൽ നിൽക്കുന്ന പൊസിഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇക്വിലിബ്രിയം പൊസിഷൻ. അപ്പോൾ ഊഞ്ഞാലാടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇക്വിലിബ്രിയം പൊസിഷന്റെ മുന്നോട്ടും അങ്ങോട്ടും, ഇക്വിലിബ്രിയം പൊസിഷന്റെ പിന്നോട്ടും ഇങ്ങോട്ടും ഈ ഒബ്ജക്റ്റ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ടു ആൻഡ് ഫ്രോ മോഷൻ എന്നാണ് വിളിക്കുക. എന്തിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട്? ഇക്വിലിബ്രിയം പൊസിഷൻ അടിസ്ഥാനം. അതുകൊണ്ട് ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടു ആൻഡ് ഫ്രോ മോഷൻ ഓഫ് എൻ ഒബ്ജക്ട് അബൌട്ട് ആൻ ഇക്വിലിബ്രിയം പൊസിഷൻ. ഒരു ഇക്വിലിബ്രിയം പൊസിഷൻ അടിസ്ഥാനമാക്കി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചലനത്തെ വിളിക്കുന്ന പേരാണ് ഓസിലേഷൻ. ഒരു സ്പ്രിങ് വലിച്ചു വിട്ടാൽ അത് നിൽക്കുന്ന പൊസിഷന് വലിയും, അതേപോലെ അതിനെ കംപ്രസ് ചെയ്ത് അങ്ങോട്ടും മുന്നോട്ടേക്കും നീങ്ങും. അപ്പൊ ഇക്വിലിബ്രിയം പൊസിഷന്റെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കുള്ള ചലനം ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. സ്വാഭാവികമായിട്ടും അത് നിശ്ചിത സമയം കഴിഞ്ഞ് ആവർത്തിക്കപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് പീരിയോഡിക്കും കൂടിയാണ് ഓസിലേഷൻ, അത് മറക്കരുത്. പക്ഷെ ഓസിലേഷന് പ്രത്യേകതയുണ്ട്. ഒരു ഇക്വിലിബ്രിയം പൊസിഷന്റെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കുള്ള മൂവ്മെന്റ് ഉണ്ടായി. The to and fro motion of an object about an equilibrium position is known as oscillation. ഈ ഓസിലേഷനെ തന്നെ ചിലപ്പോൾ നമ്മൾ എന്തും വിളിക്കാറുണ്ട്? വൈബ്രേഷൻ. എന്താ വ്യത്യാസം? വൈബ്രേഷൻ എന്ന് വരുമ്പോൾ ഫ്രീക്വൻസി വളരെ കൂടുതലായിരിക്കും. വളരെ പെട്ടെന്ന് ഇക്വിലിബ്രിയം പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുകയാണെങ്കിൽ മൂവ് ചെയ്യുന്ന ഭാഗം ഏകദേശം സ്ട്രെയിറ്റ് ലൈനും ആയിട്ടായി കിട്ടുക ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് വൈബ്രേഷൻ. നമ്മളെ സംബന്ധിച്ച് രണ്ടും കൂടി ചേർത്ത് തന്നെ നമ്മളെ മനസ്സിലുള്ളത്. ഓസിലേഷനിൽ ആരും കൂടി എടുത്തിട്ടുണ്ട്, നമ്മൾ വൈബ്രേഷനും കൂടി എടുത്തിട്ടുണ്ട്.
അപ്പൊ രണ്ടാമത്തെ ടൈപ്പായി ഓസിലേഷൻ. അപ്പൊ ഓസിലേഷനും പീരിയോഡിക് മോഷനും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒറ്റ കാര്യത്തിലെ വ്യത്യാസമുള്ളൂ. ആ വ്യത്യാസം ഇതാണ്, ഓസിലേഷനിൽ ഇക്വിലിബ്രിയം പൊസിഷന്റെ മുന്നോട്ടും പിന്നോട്ടേക്കും പോകണം. പീരിയോഡിക് മോഷൻ അതില്ല. പീരിയോഡിക് മോഷന് നിശ്ചിത സമയം കഴിഞ്ഞാൽ ആവർത്തിക്കപ്പെട്ടാൽ മാത്രം മതി. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ പറയാം, പീരിയോഡിക് മോഷനില് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടണം എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പീരിയോഡിക് മോഷൻ എല്ലായ്പ്പോഴും ഓസിലേഷൻ ആവണമെന്നില്ല. ഇപ്പൊ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങണു, ഇക്വിലിബ്രിയം പൊസിഷൻ അടിസ്ഥാനമാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുമില്ല, പക്ഷെ ആവർത്തിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അത് പീരിയോഡിക് ആയി. പക്ഷെ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നത് എന്തല്ല? ഓസിലേഷൻ അല്ല. അപ്പൊ എല്ലാ ഓസിലേഷൻസും പീരിയോഡിക് ആണ്. കാരണം നിശ്ചിത സമയം കഴിഞ്ഞാൽ ആവർത്തിക്കപ്പെടുന്ന മോഷൻ തന്നെയാണ് ഏത്? ഓസിലേഷൻ. എന്നാൽ എല്ലാ പീരിയോഡിക് മോഷൻ എന്തായിരിക്കണമെന്നില്ല? ഓസിലേഷൻ ആയിരിക്കണമെന്ന് ഇല്ല. ഈ ഓസിലേഷനെ ചിലപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് വിളിക്കാറുണ്ട്. SHM എന്ന ഷോർട്ട് നമ്മൾ വിളിക്കാറ്, സിമ്പിൾ ഹാർമോണിക്. ഇങ്ങനെയുള്ള ടു ആൻഡ് ഫ്രോ മോഷനിൽ ചിലപ്പോൾ ആ ചലനത്തിന്റെ ആക്സിലറേഷൻ ഡിസ്പ്ലേസ്മെന്റിന് നേർ അനുപാതത്തിൽ കാണാറുണ്ട്. ആ ആക്സിലറേഷന്റെ ഫലമായി സൃഷ്ടിക്കപ്പെടുന്ന റിസ്റ്റോറിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ ഫോഴ്സ് ഇക്വിലിബ്രിയത്തിലേക്ക് കൊണ്ടുവരുന്ന ടൈപ്പുമായിരിക്കും. ആ ഇക്വിലിബ്രിയത്തിലേക്ക് റെസ്റ്റ് പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നെന്ന് കാണിക്കുന്ന ഒരു നെഗറ്റീവ് സൈൻ. ഡിസ്പ്ലേസ്മെന്റ് നേർ അനുപാതത്തിൽ ആക്സിലറേഷൻ വന്നാൽ ഈ ചലനത്തെ ഒരു പ്രത്യേക പേരിൽ വിളിക്കുന്നു. ഇറ്റ് ഈസ് സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ ഓർ സിമ്പിൾ ഹാർമോണിക് മോഷൻ. An oscillation in which acceleration is directly proportional to displacement and which is acting towards equilibrium. ഇക്വിലിബ്രിയത്തിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുവരുന്ന ഫോഴ്സ് അവിടെ വരും. അത് കാണിക്കാൻ നെഗറ്റീവ് ഇട്ടുള്ളൂ. ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ ആ ചലനത്തെ വിളിക്കുന്ന പേരാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. മനസ്സിലായല്ലോ? ഒരു സ്പ്രിങ് വലിച്ചു വിട്ടു. സ്പ്രിങ്ങിനെ വലിച്ചത് അപ്ലൈഡ് ഫോഴ്സ് ആണ്. വിട്ടാൽ തിരിച്ച് അങ്ങോട്ട് തന്നെ കൊണ്ടുപോകുന്ന ഫോഴ്സ് എന്താണ്? റീസ്റ്റോർ ചെയ്യുന്ന ഫോഴ്സ് ആണ്, പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന ഫോഴ്സ് ആണ്. ആ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ് ഇക്വിലിബ്രിയത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ ഒരു ആക്സിലറേഷൻ അവിടെ ഇക്വിലിബ്രിയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് ഡിസ്പ്ലേസ്മെന്റിന് നേർ അനുപാതത്തിൽ, നിങ്ങൾ എത്ര കണ്ട് വലിക്കുന്നുവോ, എത്ര കണ്ട് ഡിസ്പ്ലേസ്മെന്റ് കൂട്ടുന്നുവോ, അത്ര കണ്ട് അതിന്റെ മുകളിൽ അനുഭവപ്പെടുന്ന ഫോഴ്സും വർദ്ധിക്കുന്നുണ്ട്, നേർ അനുപാതത്തിലായി. അതുകൊണ്ട് A പ്രപ്പോർഷണൽ ടു -x എന്ന് കണ്ടാൽ അത് എന്ത് മോഷനായി? സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇതേ SHM വേറെയും ഇക്വേഷൻസ് നമ്മൾ പറയും. അത് ഇതൊക്കെയാണ്. ഇവിടെ പ്രൊപ്പോർഷണാലിറ്റി മാറ്റണമെങ്കിൽ ഒരു കോൺസ്റ്റന്റ് വരണം. ആ കോൺസ്റ്റന്റ് ഇതാണ് A. പ്രൊപ്പോർഷണാലിറ്റി വരുമ്പോൾ കോൺസ്റ്റന്റ് എനിക്ക് ഇതാണ് വരാൻ പോകുന്നത് എന്ന് അറിയാവുന്നത് കൊണ്ട് ഞാൻ അതിനൊരു സിമ്പിൾ കൊടുക്കുകയാണ്, ω², ആംഗുലർ ഫ്രീക്വൻസി, ഇൻറ്റു x. ഇങ്ങനെ ഒരു ആക്സിലറേഷൻ വന്നാൽ അതെന്തായിരിക്കും? അത് SHM ആണ്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഡിഫറൻഷ്യൽ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. d²x/dt² ആണ്. സമത്തിന്റെ ഇടതുഭാഗത്തേക്ക് ഇത് വന്നാൽ +ω²x that equal to 0. This is the equation of a simple harmonic motion. ഒരു SHM ന്റെ ചലനത്തെ കാണിക്കുന്ന സമവാക്യമാണിത്. d²x/dt² + ω²x is equal to 0, where x is the displacement. നിങ്ങൾ x ന് പകരം y ആണ് കൊടുക്കുന്നതെങ്കിൽ d²y/dt² + ω²y is equal to 0 എന്നുള്ള ഇക്വേഷൻ കിട്ടും, where y is the displacement. ഇങ്ങനെ x ന് ചില വിലകൾ കൊടുത്ത് ഈ ഇക്വേഷനിൽ കൊടുത്താൽ നിങ്ങൾക്ക് ഉത്തരം എന്ത് കിട്ടുന്ന പറയുന്നത്? 0. അങ്ങനെയെങ്കിൽ x ന് വരാവുന്ന വിലകൾ ഒന്ന് ഇതാണ്, x is equal to a cos ωt. ഇതിൽ കൊടുത്താൽ ഇത് സാറ്റിസ്ഫൈ. അല്ലെങ്കിൽ x is equal to a sin ωt. അപ്പോൾ ഒരു ചലനത്തിലെ ഡിസ്പ്ലേസ്മെന്റുകൾ ഈ ഫോമിൽ വന്നാൽ, എക്സിന് പകരം വൈയും വരട്ടാ, വന്നാൽ അത് SHM ആണ്. ചലനത്തിന്റെ സമവാക്യം ഇങ്ങനെ വന്നാൽ അത് SHM ആണ്. ആക്സിലറേഷൻ പ്രപ്പോർഷണൽ ടു -x എന്ന് വന്നാൽ അതെന്താണ്? സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. എന്താ സിമ്പിൾ ഹാർമോണിക് മോഷൻ? ഒരു ഓസിലേഷനിൽ ആക്സിലറേഷൻ ഡിസ്പ്ലേസ്മെന്റ് നേർ അനുപാതത്തിലായിരിക്കും.
ഇനി അടുത്തത് ഞാൻ പറയുന്നു, ഈ x is equal to a cos omega t ഗ്രാഫ് വരച്ചാൽ അതിങ്ങനെ വരും. മാക്സിമത്തിൽ തുടങ്ങും. x is equal to a sin omega t ഗ്രാഫ് വരച്ചാൽ അത് ഇങ്ങനെയും വരും. അപ്പോൾ ഒരു വസ്തുവിന്റെ ചലനത്തിനെ കാണിക്കുന്ന ഗ്രാഫ് ഈ രൂപത്തിലോ വന്നാൽ അത് SHM ആണ്. ഇക്വേഷൻ ഡിസ്പ്ലേസ്മെന്റ് കാണിക്കുന്ന ഈ രണ്ട് രൂപത്തിൽ വന്നാൽ അത് SHM ആണ്. സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ രൂപത്തിൽ വന്നാൽ SHM ആണ്. a പ്രൊപ്പോർഷണൽ ടു -x എന്ന് വന്നാലും SHM. SHM ആവുള്ള കണ്ടീഷൻസ് ഒരുപാടായി. ഇങ്ങനെ ഒരു ചലനം സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെങ്കിൽ അതിന്റെ ടൈം പീരീഡ് കണ്ടെത്തുവാനുള്ള ഇക്വേഷൻ ആണ് t സമം 2π ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് മോഡുലസ് ഓഫ് ആക്സിലറേഷൻ ഡിവൈഡഡ് ബൈ ഡിസ്പ്ലേസ്മെന്റ്. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് x എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരേ ഡിസ്പ്ലേസ്മെന്റ് തന്നെ ആവണമെന്നില്ല. പല രീതിയിലാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ വരിക. അതുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റിനെ കാണിക്കുന്ന ആ പീരിയോഡിക് മോഷനിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ടൈം ഡിപെൻഡന്റ് ഫംഗ്ഷനെ കാണിക്കുന്ന ആളാണ് x. അത്രേ അർത്ഥമുള്ളൂ. സോ ദിസ് ഈസ് ദ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ. 2π ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ആക്സിലറേഷൻ റൂട്ട് ഓഫ് മോഡുലസ് ഓഫ് ആക്സിലറേഷൻ ബൈ ഡിസ്പ്ലേസ്മെന്റ്. ഇത് കണ്ടാൽ അതിന്റെ ടൈം പീരീഡ് കിട്ടും. അതേപോലെ ഞാൻ പറഞ്ഞ നിങ്ങൾ ഒമേഗ സ്ക്വയർ എന്ന് പറയുന്ന ആള് k/m എന്നുള്ള ആൾക്ക് ഈക്വൽ ആയിട്ട് വരും. നമുക്ക് സ്പ്രിംഗ് ഒക്കെ ചെയ്യുമ്പോൾ അത് കിട്ടും. ദാറ്റ് മീൻസ് ഒമേഗ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് k/m ആയിരിക്കും. ഇപ്പോൾ ഓസിലേഷനിൽ ഞാൻ 3 പ്രധാനപ്പെട്ട ആളുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. വാട്ട് ഈസ് പീരിയോഡിക് മോഷൻ? നിശ്ചിത സമയം കഴിഞ്ഞാൽ ആവർത്തിക്കപ്പെടുന്ന ചലനം. വാട്ട് ഈസ് ഓസിലേഷൻ? ഇക്വിലിബ്രിയത്തിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചലനം. ഓസിലേഷൻ എപ്പോൾ SHM എന്ന് വിളിക്കാം? ഓസിലേഷനിൽ a പ്രൊപ്പോർഷണൽ ടു -x എന്ന് പറയുന്ന കണ്ടീഷൻ വന്നാൽ അതെന്തായി? SHM ആണ്. സിമ്പിൾ ഹാർമോണിക് മോഷന്റെ പ്രധാനപ്പെട്ട ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് പറയുന്ന ആളാണ് ഡിസ്പ്ലേസ്മെന്റ് വേരിയബിൾ. എന്താണ് ഡിസ്പ്ലേസ്മെന്റ് വേരിയബിൾ? ആ സിമ്പിൾ ഹാർമോണിക് മോഷനെ നിലനിർത്തുന്ന ടൈം ഡിപ്പെൻഡന്റ് സമയത്തിനനുസരിച്ച് മാറുന്ന ഫംഗ്ഷനെ വിളിക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ് വേരിയബിൾ. ഞാൻ എക്സാമ്പിളോടെ പറയാം. ഒരു സ്പ്രിങ് വലിച്ചു വിട്ടു. അവിടെ സമയത്തിനനുസരിച്ച് മാറുന്നത് ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്. അതുകൊണ്ട് ആ ഡിസ്റ്റൻസിനെ ആ ഡിസ്പ്ലേസ്മെന്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡിസ്പ്ലേസ്മെന്റ് വേരിയബിൾ. അപ്പൊ സ്പ്രിങ്ങിന്റെ ഓസിലേഷൻ നിലനിർത്തി കൊടുക്കുന്നത് എന്താണ്? ആ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇക്വിലിബ്രിയം പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും നേർരേഖയുള്ള ചലനം മൂലമാണ് ആ സ്പ്രിങ്ങിൽ ഓസിലേഷൻ നിലനിർത്തപ്പെടുന്നത്. എന്നാൽ ഒരു ഊഞ്ഞാല് വലിച്ചു വിട്ടോളൂ. ഒരു ഊഞ്ഞാല് വലിച്ചു വിടുമ്പോൾ പ്രധാനമായിട്ടും അത് തൂക്കിയിട്ട പോയിന്റിൽ നിന്നുള്ള ആംഗിൾ ആണ് മാറുക. പൊസിഷൻ മാറുന്നുണ്ട്, പക്ഷെ അവിടെ നമുക്ക് റൊട്ടേഷൻ ആയതുകൊണ്ട് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആണ് വേണ്ടത്. അപ്പൊ അതുകൊണ്ട് തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ആണ് മാറുക. അപ്പൊ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് വേരിയബിൾ എന്തായി? ആംഗിളായി. ഞാനിവിടെ സംസാരിക്കുന്നു, ശബ്ദം അപ്പുറത്തെ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികൾ കേൾക്കുന്നു. എങ്ങനെയാണ് ആ സൗണ്ട്, ആ സിമ്പിൾ ഹാർമോണിക് മോഷൻ മുന്നോട്ടേക്ക് പോയത്? അത് സൗണ്ടിലുള്ള വായുവിലെ ഹൈ പ്രഷർ, ലോ പ്രഷർ എന്നുള്ള കണ്ടൻസേഷനും റയറിഫ്രാക്ഷനും സൃഷ്ടിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് വേരിയബിൾ എന്താണ്? പ്രഷർ വേരിയബിൾ ആണ്. അതുകൊണ്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ നിലനിർത്തുന്ന ടൈം ഡിപ്പെൻഡ് സമയത്തിനനുസരിച്ച് മാറുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ് വേരിയബിൾ. ഓക്കെ ആയല്ലോ. നമുക്ക് ഇനി ലോഡഡ് സ്പ്രിങ് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണോ എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. ഒരു സ്പ്രിങ് ഒരു റിജിഡ് സപ്പോർട്ടിൽ തൂക്കിയിട്ട് ഒരു മാസം അതിൽ സസ്പെൻഡ് ചെയ്തിട്ട് ഞാൻ ഇതൊന്ന് വലിച്ചു വിട്ടാൽ ഇക്വിലിബ്രിയം പൊസിഷൻ അത് അകലേക്ക് നീങ്ങും. ഞാൻ വിട്ടാൽ റിസ്റ്റോറിംഗ് ഫോഴ്സ് അതിനെ തിരിച്ചു കൊണ്ടുപോകും. ഒരു ലോഡഡ് സ്പ്രിങ്ങിനെ വലിച്ചു വിട്ടാൽ അതിനെ തിരിച്ചു കൊണ്ടുപോകുന്ന ഫോഴ്സിന്റെ ഇക്വേഷൻ ഇതാണ്. F is equal to -kx റിസ്റ്റോറിംഗ് ഫോഴ്സ്. ഈ സ്പ്രിങ് ഒരു ചലനം എക്സിക്യൂട്ട് ചെയ്യും. ആ ചലനം സിമ്പിൾ ഹാർമോണിക് ആണോ എന്ന് ഞാൻ ചെക്ക് ചെയ്യാൻ പോവാണ്. നിങ്ങളുടെ കയ്യിൽ സിമ്പിൾ ഹാർമോണിക് ആവുള്ള കണ്ടീഷൻസ് ഉണ്ട്. സോ ഐ ക്യാൻ റൈറ്റ് F is replaced with ma. ma is equal to -kx. That is a equal to
minus k by m into x എന്ന് കിട്ടും. Where k is spring constant, m is the mass attached. Both physical quantities are constant. അതുകൊണ്ട് എനിക്ക് k by m ന് പകരമായിട്ട് ഒരു കോൺസ്റ്റന്റ് കൊടുക്കാം. ആ കോൺസ്റ്റന്റ് ഈക്വലിലേക്ക് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ എഴുതാം a proportional to minus x. തീർച്ചയായിട്ടും ഈ ചലനം എന്തായി മാറിയിട്ടുണ്ടാവും? It is a simple harmonic motion because acceleration is directly proportional to displacement. So loaded spring execute a simple harmonic motion. അങ്ങനെയെങ്കിൽ ടൈം പീരീഡ് അപ്പൊ തന്നെ പറയാം. The time period of loaded spring T is equal to 2 pi divided by root of modulus of acceleration by displacement ആണ്. എന്താ ആക്സലറേഷന്റെ ഇക്വേഷൻ? ഇതാണ് മോഡുലസ്. അപ്പൊ നെഗറ്റീവ് പോയി. So this equation becomes k by m into x divided by displacement again x. X get cancelled. m ന്യൂമറേറ്ററിലേക്ക് വരുന്നു. So you get time period t is equal to 2 pi into root of m by k. This is the time period of oscillation of a loaded spring. Okay ആണല്ലോ? ഇടയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യനും കൂടിയാണത്. ലോഡഡ് സ്പ്രിങ് ഓസിലേറ്റ് ചെയ്താൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണോ എന്നത് ആണ്. ബിക്കോസ് ആക്സലറേഷൻ പ്രൊപ്പോർഷണൽ ടു നെഗറ്റീവ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. സോ ടൈം പീരീഡ് ഈസ് 2 pi into root of m by k. ഓക്കെ, നോക്കൂ, ചിലപ്പോ പ്രോബ്ലത്തിൽ ഇങ്ങനെ ഈ സ്പ്രിങ്ങുകൾ ചോദിക്കാറുണ്ട്. ഈ സ്പ്രിങ്ങുകൾ വിളിക്കുക പാരലൽ സ്പ്രിങ് എന്നാണ്. രണ്ട് സ്പ്രിങ് കോൺസ്റ്റന്റുകളുള്ള സ്പ്രിങ്ങുകൾ ഒരു മാസുമായി അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ടൈം പീരീഡിന്റെ ഇക്വേഷൻ എന്താണ്? അതിന്റെ ഡെറിവേഷൻ ഒന്നും ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. നമുക്ക് ആ ലാസ്റ്റ് ഇക്വേഷൻ മാത്രമേ വേണ്ടുള്ളൂ. ഇങ്ങനെ വന്നാൽ ഇത് പാരലൽ കോമ്പിനേഷൻ ആണ്. കപ്പാസിറ്ററിൽ പാരലൽ കോമ്പിനേഷന്റെ റിസൾട്ട് എന്താണോ അതേപോലെ തന്നെയാണ് ഇവിടെയും വരിക. അതില് k ഇഫക്റ്റീവ് എന്ന് പറയുന്ന നെറ്റ് സ്പ്രിങ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് k1 plus k2 ന്. അപ്പൊ ടൈം പീരീഡിന്റെ ഇക്വേഷൻ സ്വാഭാവികമായിട്ട് t സമം 2 pi into root of m divided by k1 plus k2. This is the equation of parallel spring. അതേസമയം സ്പ്രിങ് ഇത് ഇങ്ങനെയാണ് കണക്ട് ചെയ്യണതെങ്കിൽ ഇതിനെ വിളിക്കുക സീരീസ് കോമ്പിനേഷൻ. സീരീസ് കോമ്പിനേഷൻ കപ്പാസിറ്ററിൽ എന്താണ് കിട്ടുന്നത് അത് തന്നെയാണ് ഈ സ്പ്രിങ്ങിനും വരുന്നത്. 1 by k effective is equal to 1 by k1 plus 1 by k2 ആണ് വരിക. That means k effective is equal to k1 into k2 by k1 plus k2. So time period becomes t is equal to 2 pi into root of m by k1 into k2 by അല്ലേ, അത് നേരെ മുകളിലേക്ക് വരും. അപ്പൊ into k1 plus k2. This is the equation of time period. Parallel spring, series spring. Parallel series spring ഈ രീതിയിലാണ് കൊടുക്കുന്നതെങ്കിൽ രണ്ട് റിജിഡ് സപ്പോർട്ടുകൾക്കിടയ്ക്ക് ഒരു മാസ് തുടർന്ന് രണ്ട് സ്പ്രിങ് വരുന്ന രീതിയിലാണ് കൊടുക്കുന്നതെങ്കിൽ ഇതിന്റെ ഇഫക്റ്റീവ് സ്പ്രിങ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് k1 plus k2. പാരലൽ കോമ്പിനേഷൻ അതേ റിസൾട്ട് അതിന് വരിക. സോ ടൈം പീരീഡ് t is equal to 2 pi into root of m by k1 plus k2 ആയി. ഓക്കെ അല്ലോ? സിമ്പിൾ പെൻഡുലമാണ്. സിമ്പിൾ പെൻഡുലം എന്താണ്? സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞാൽ ഒരു ഹെവി മാസിന് സ്പെറിക്കലാണ് നമ്മൾ പറയാറുള്ളത്. വലിച്ചാൽ നീളം വെക്കാത്ത ഒരു സ്ട്രിങ്ങിന്റെ മുകളിൽ തൂക്കിയിട്ട് അത് റിജിഡ് സപ്പോർട്ടിൽ ഉറപ്പിച്ചാൽ ഇതിന് സ്വതന്ത്രമായി അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും. ഈ അറേഞ്ച്മെന്റിനെ വിളിക്കുന്ന പേരാണ് സിമ്പിൾ പെൻഡുലം. സിമ്പിൾ പെൻഡുലം ഈസ് എ arrangement that consists of a heavy bob suspended using an inextensible string from a rigid support. It can move to and fro about the equilibrium position. ഈ സിമ്പിൾ പെൻഡുലത്തെ ഓസിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ചലനം
സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണോ എന്നൊന്ന് കാണിച്ചു കൊടുക്കണം. ഇസ് ഇറ്റ് SHM? SHM ആവാനുള്ള കണ്ടീഷൻ നിങ്ങൾക്ക് അറിയാം, ആക്സിലറേഷൻ പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ്. റൊട്ടേഷന്റെ കേസിൽ അതിനെ അങ്ങനെ വിളിക്കുക, ആംഗുലാർ ആക്സിലറേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. ആംഗുലാർ ടേമിലേക്ക് മാറിയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഇതിവിടെ പ്രൂവ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ പറയുന്ന ഓസിലേഷനിൽ വലിച്ചു വിട്ട ഈ മാസിനെ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് കൊണ്ടുവരുന്ന ഫോഴ്സ് പറയണ്ടല്ലേ, ടോർക്ക് പറയാം, കാരണം റൊട്ടേഷൻ അല്ലേ. ഏതാണ് തിരിച്ചു കൊണ്ടുവരുന്ന ടോർക്ക് എന്ന് നോക്കാം. അപ്പൊ ഞാൻ ആ ചിത്രത്തിൽ ചില അറേഞ്ച്മെന്റുകൾ നടത്തുന്നു നോക്കുക. ഈ രണ്ട് ലൈൻസ് ഇപ്പൊ പാരലലാണ്. അങ്ങനെയെങ്കിൽ L എന്ന് പറയുന്ന സ്ട്രിങ്ങിന്റെ ലെങ്ത് ഞാൻ നീട്ടി വരച്ചാൽ അത് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എന്തായിരിക്കും? തീറ്റയാണ്. താഴത്തേക്ക് മാസ് എപ്പോഴും ഒരു വെയിറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, വെയിറ്റ് വെർട്ടിക്കലി ഡൗൺവേർഡ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ mg നേരെ താഴത്തേക്ക് ഉണ്ടാവും. mg നോക്കൂ, ഈ ഡോട്ടർ ലൈനുമായി ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ. അപ്പൊ ഈ വെക്ടറിന്റെ ഒരു കഷ്ണം ഇങ്ങോട്ട് ഉണ്ടാവും, അത് mg cos തീറ്റയാണ്. നേരെ താഴത്തേക്ക്, നേരെ താഴത്തേക്കല്ല, സൈഡിലോട്ട്. അപ്പൊ അതിൽ 90 ഡിഗ്രി മാറിയിട്ട് ആരുണ്ടാവും? mg sin തീറ്റ ഉണ്ടാവും. mg sin തീറ്റ, mg cos തീറ്റ. നോക്കൂ, ചിത്രത്തിൽ വളരെ കൃത്യമാണ്. mg ഒരു ഫോഴ്സ് ആണ്. അപ്പോ വെയിറ്റിന്റെ ഒരു ഭാഗമാണ് അതിന് ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കുന്ന ബലം. ടോർക്കായിട്ടില്ല കേട്ടോ. ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് കൊണ്ടുവരുന്ന ബലം ഇൻറ്റു ആക്സിസിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ആ ഡിസ്റ്റൻസ് എത്രയാ? L ആണ്. ഇത് രണ്ടും കൂടി ആളെ വിളിക്കുന്ന പേരാണ് ടോർക്ക്. അപ്പൊ എനിക്ക് എഴുതാം, ഫ്രം ഫിഗർ റിസ്റ്റോറിംഗ് ടോർക്ക്. റിസ്റ്റോറിംഗ് ഞാൻ ഒഴിവാക്കണം, കാരണം ഇത് നടക്കണമെങ്കിൽ റിസ്റ്റോറിംഗ് ആണ്. is equal to force into perpendicular distance mg sin theta into L. എവിടേക്ക് ആക്ട് ചെയ്യുന്നത്? ഇക്വിലിബ്രിയം. So there is a negative sign. This is the torque that produce the oscillation. Okay അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് ചില മാറ്റങ്ങൾ ഇതിന് കൊടുത്തോക്കാം. ടോർക്കിന്റെ ഇക്വേഷൻ I alpha, moment of inertia into angular acceleration, is equal to minus mgl. ഒരുമിച്ച് sin theta is approximately taken as theta because when theta is small, sin theta is approximately equal to theta. ആംഗിളിന്റെ ചെറിയ വിലകൾക്ക് സൈൻ തീറ്റയുടെ വിലയും തീറ്റയുടെ വിലയും ഏകദേശം എന്തുതന്നെയാണ്? സെയിം ആണ്. അപ്പൊ ചെറിയ ഓസിലേഷനുകൾക്ക് മാത്രമേ ഞാൻ ഈ പറയുന്ന കേസ് ബാധകമുള്ളൂ. വലിയ രീതിയിൽ വലിച്ചു വിട്ട ചില പ്രശ്നങ്ങളുണ്ട്. അപ്പൊ സോ ഐ ക്യാൻ റൈറ്റ് I alpha is equal to minus mgl theta. That is alpha is equal to minus mgl by I into theta. M is a constant mass, G is a constant, L is the length of string. It is not extensible, so it is a constant I. Moment of inertia. ഒരു ചരടുമേ കല്ല് കെട്ടി കറക്കിയാൽ moment of inertia I എന്താണ്? ml സ്ക്വയർ ആണ്. m കോൺസ്റ്റന്റ് ആണ്, l കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇത്രയും ആളുകൾ കോൺസ്റ്റന്റാ. അപ്പൊ ഇവയെ ഗുണിച്ചരിച്ച് കിട്ടുന്ന ആൾക്ക് എനിക്ക് പകരം ഇങ്ങനെ എഴുതാം, ആൽഫ ഈക്വൽ ടു മൈനസ് എ കോൺസ്റ്റന്റ് ഇൻറ്റു തീറ്റ. ഈ കോൺസ്റ്റന്റിനെ ഈക്വലിലേക്ക് വലിച്ചാൽ അത് എന്തായി മാറി? പ്രൊപ്പോർഷണാലിറ്റി. അപ്പൊ ഞാനിവിടെ ആൽഫയും ഇവിടെ പ്രൊപ്പോർഷണൽ എഴുതുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും, അതുകൊണ്ട് ഞാൻ ഇവിടെ എഴുതാം ആൽഫ പ്രൊപ്പോർഷണൽ ടു മൈനസ് ഓഫ് തീറ്റ. ശരിയല്ല? ആക്സിലറേഷൻ ഈസ് directly proportional to negative of displacement, so the equation, the motion is simple harmonic motion. സിമ്പിൾ പെൻഡത്തിന്റെ ഓസിലേഷൻ എന്തായി? സിമ്പിൾ ഹാർമോണിക് മോഷൻ ആയി. ശരിയാണല്ലോ? 3 or 4 സ്റ്റെപ്പില് പരീക്ഷയ്ക്ക് കൊടുക്കേണ്ടതുള്ളൂ കേട്ടാ. അതൊക്കെ നോട്ടിൽ തന്നിട്ടുണ്ട്, അത് വായിച്ചു നോക്കണം ഇതിന്റെ കൂടെ. ഓക്കെ അല്ലോ? എങ്കിൽ എനിക്ക് ഇതിന്റെ ടൈം പീരീഡ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ആൽഫയുടെ ഇക്വേഷൻ ഇതായിരുന്നു, മൈനസ് mgl by I into theta. So the time period t is equal to 2 pi divided by root of modulus of acceleration by displacement.
നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മോഡുലസ് ഓഫ് ആക്സലറേഷൻ, ഇവിടെ ആംഗുലാർ ആക്സലറേഷൻ ആണ്, മോഡുലസ് എടുത്തു, അപ്പൊ മൈനസ് പോയി. സോ ഇറ്റ് ഈസ് mgl into theta by I divided by displacement. ഏത് ഡിസ്പ്ലേസ്മെന്റ് ആയി മാറും? ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ. സോ തീറ്റ ഗെറ്റ് cancelled. So it is equal to t സമം 2 pi divided by root of mgl divided by ml square. കാരണം I എന്ന് പറയുന്നത് ml square ആണ്. ഒരു L ക്യാൻസൽ ചെയ്തു, M ക്യാൻസൽ ചെയ്തു, ഒരു G by L ഡിനോമിനേറ്ററിലുണ്ട്, ഈ L ന്യൂമറേറ്ററിലേക്ക് ചെല്ലും. So you get the time period t is equal to 2 pi into root of തിരിഞ്ഞു L by G. This is the time period of simple pendulum. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു എസ്സേ ടോപ്പിക് കൂടിയാണിത്. ഒരു സിമ്പിൾ പെൻഡലത്തിന്റെ ഓസിലേഷൻ സിമ്പിൾ ഹാർമോണിക് ആണെന്ന് പ്രൂവ് ചെയ്ത് കൊടുക്കുക. ആക്സലറേഷൻ ടൈം പീരിയഡിന്റെ ഇക്വേഷൻ ടി സമം 2 pi into root of L by G ആണെന്ന് ഡിറൈവ് ചെയ്യുക. ഓക്കെ ആയല്ലോ. അടുത്തത്, ഇത്തരം സിമ്പിൾ പെൻഡുലങ്ങളെ ചിലപ്പോൾ ഓസിലേഷൻ എടുക്കുന്ന സമയത്തെ ബേസ് ചെയ്തുകൊണ്ട് സെക്കൻഡ്സ് പെൻഡുലം എന്ന് വിളിക്കാറുണ്ട്. എന്താ സെക്കൻഡ്സ് പെൻഡുലം പ്രത്യേകത? അപ്പൊ ഞാനൊരു പെൻഡുലത്തെ വലിച്ചു പിടിച്ച് ഇവിടുന്ന് വിട്ടാൽ ഈ പെൻഡുലം ഇക്വിലിബ്രിയം പൊസിഷനിലൂടെ കടന്ന് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എത്തും, തിരിച്ച് ഇതേ പൊസിഷനിലേക്ക് എത്തും. അങ്ങോട്ട് പോയി ഇങ്ങോട്ട് തന്നെ തിരിച്ചെത്തുന്ന സമയത്തെ വിളിക്കുന്ന പേരാണ് ടൈം പീരീഡ്. അങ്ങോട്ട് പോയി ഇങ്ങോട്ട് തിരിച്ചെത്താൻ 2 സെക്കൻഡ് എടുത്താൽ അത്തരം പെൻഡുലങ്ങളുടെ പേരാണ് സെക്കൻഡ്സ് പെൻഡുലം. A pendulum whose time period is 2 seconds. Then that pendulum is known as seconds pendulum. ഇതിന്റെ പ്രധാനം ഇതാണ്, 2 സെക്കൻഡിൽ ഓസിലേറ്റ് ചെയ്യണമെങ്കിൽ തൂക്കിയിട്ടിരിക്കുന്ന നീളം നോർമലി അത് 1 മീറ്റർ ആയിരിക്കും. അപ്പൊ സെക്കൻഡ്സ് പെൻഡുലത്തിന്റെ നീളം തിയറി പ്രകാരം എത്ര കിട്ടുക? 1 മീറ്റർ ആണ് കിട്ടുക. ഇത് നിങ്ങൾക്ക് ലാബിൽ ഒരു എക്സ്പെരിമെന്റ് ആയിട്ട് ചെയ്യാനുള്ളതാണ്. ഇതേപോലെ ഒരു സിമ്പിൾ പെൻഡുലം അപ്പാരറ്റസ് ലാബിൽ സെറ്റ് ചെയ്യും. അതിൽ നിങ്ങൾക്ക് ഡിഫറെന്റ് ലെങ്ത്തിൽ ടൈം പീരീഡ് കണ്ടെത്തും. അപ്പൊ ഞാൻ ആ ലാബിൽ ചെയ്യുന്നതിനെ കള്ളി കൂടി ഒന്ന് വരയ്ക്കാം. അവിടെ നിങ്ങൾ ലെങ്ത് ഒരു കള്ളിയിൽ എഴുതും, ടൈം പീരീഡ് എടുക്കും. ലെങ്ത് 40 സെന്റിമീറ്റർ, 50 സെന്റിമീറ്റർ, 60 സെന്റിമീറ്റർ, അങ്ങനെ 1 മീറ്റർ വരെ പോകും. അതിന്റെ ഒക്കെ ടൈം പീരീഡ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് ഒരു കള്ളി ഇവിടെ ഉണ്ടാവും, L by T square. ഈ L by T square ഒക്കെ വില കണ്ടു കഴിഞ്ഞാൽ 0.25, 0.25, 0.25, 0.25 എന്ന് കിട്ടും. അതിന്റെ അർത്ഥം എല്ലും ടി സ്ക്വയറും നേരനുപാതത്തിലാണ്. നേരനുപാതത്തിൽ വരുന്നതിന്റെ ഗ്രാഫ് എന്തായിരിക്കും? When you draw a graph between L and T square, the graph will be a straight line. കാരണം എല്ലും ടി സ്ക്വയറിനും ഒരേ വില കിട്ടണമെങ്കിൽ that relation is linear. അപ്പൊ L by T square ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. റെസിപ്രോക്കൽ ഓഫ് സ്ലോപ്പ് കണ്ടാൽ നിങ്ങൾക്ക് കിട്ടാൻ പോണത് BC by AB ആണ്. BC by AB എന്ന് പറഞ്ഞാൽ BC ലെങ്ത് ആണ്, AB T സ്ക്വയർ ആണ്. കണ്ടോ, ഈ ഭാഗം T സ്ക്വയർ, ഈ ഭാഗം ലെങ്ത് ആണ്. അപ്പൊ നിങ്ങൾക്ക് അതിൽ നിന്ന് L by T സ്ക്വയർ ഗ്രാഫിൽ നിന്ന് കിട്ടും. L by T സ്ക്വയർ കിട്ടിയാൽ G കണ്ടെത്താൻ ഇക്വേഷൻ ആണ് G സമം T is equal to 2 pi into root of L by G ആണ്. അപ്പൊ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞ് ജീനോൾ പുറത്തേക്ക് എടുത്താൽ കിട്ടാൻ പോകുന്നത് G is equal to 4 pi square into L by T square ആണ്. ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആ സ്ഥലത്തെ കണ്ടെത്താം. ശരിക്കും പറഞ്ഞാൽ ഈ പരീക്ഷണം ചെയ്യുന്നത് ആ ലാബ് നിലനിൽക്കുന്ന സ്ഥലത്തെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വില കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ടേബിൾ ഉപയോഗിച്ചുകൊണ്ട് ഗ്രാഫ് വരച്ച് എങ്ങനെ കിട്ടും? ഗ്രാഫിൽ നിന്ന് നിങ്ങൾക്ക് G കാൽക്കുലേറ്റ് ചെയ്യാം. അടുത്തത്, സെക്കൻഡ് പെൻഡുലത്തിന്റെ ലെങ്ത് ഈ ഗ്രാഫിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അതുകൂടി ശ്രദ്ധിക്കുക, കാരണം ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. സെക്കൻഡ് പെൻഡുലത്തിന്റെ പ്രത്യേകത T സമം 2 സെക്കൻഡ്. അപ്പൊ T സ്ക്വയർ എത്രയായി? 4. അപ്പൊ 4 എന്ന് പറയുന്ന ഇവിടെ ഒരു വില ഉണ്ടാവും. 1, 2, 3, 4 അങ്ങനെ പോകുന്നുണ്ടാവും. ആ വിലയിൽ നിന്ന് ഹൊറിസോണ്ടൽ ആയിട്ടൊരു വര ഗ്രാഫിലേക്ക് വരയ്ക്കും.
ഗ്രാഫിൽ ഒരു സ്ഥലത്ത് കൂട്ടിമുട്ടും, നേരെ താഴേക്ക് പോയാൽ നിങ്ങൾക്ക് ആ ലെങ്ത് എത്ര കിട്ടിയിട്ടുണ്ടാവും? 1 മീറ്റർ. അപ്പൊ ഗ്രാഫിൽ നിന്ന് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടെത്താം, ഗ്രാഫിൽ നിന്ന് ലെങ്ത് ഓഫ് സെക്കൻഡ് പെൻഡുലവും കണ്ടെത്താം. ഓക്കെയല്ലോ. L_T² ഗ്രാഫ് സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. ഇതേപോലെ തന്നെ എല്ലും ടിയും തമ്മിൽ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ വരച്ചത് എല്ലും T² ആണ്, എല്ലും ടിയും തമ്മിൽ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ആ ഗ്രാഫ് ഒരു ഇൻവേർട്ടഡ് പരാബോളയും ആയിരിക്കും. ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വളരെ കുറച്ച് ടോപ്പിക്കേ പറഞ്ഞിട്ടുള്ളൂ. ഓസിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ SHM വരെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഒന്ന്, എന്താണ് പീരിയോഡിക് മോഷൻ. രണ്ട്, എന്താണ് ഓസിലേഷൻ. ഓസിലേഷൻ എപ്പോഴാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആവുക. ടൈം പീരിയഡിന്റെ ഇക്വേഷൻ, ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ, ആംഗുലാർ വെലോസിറ്റി, ആംഗുലാർ ഫ്രീക്വൻസി എന്ന് പറയുന്ന ആളുടെ ഇക്വേഷൻ. ഓക്കെ ആണല്ലോ. എങ്ങനെയാണ് ഒരു പീരിയോഡിക് ഫംഗ്ഷൻ എഴുതുക, ഏതൊക്കെയാണ് ഒരു പീരിയോഡിക് ഫംഗ്ഷനായി വരാൻ സാധ്യതയുള്ള ഇക്വേഷൻസ്. ശേഷം SHMലേക്ക് വന്നു. എന്താണ് SHM? SHMന്റെ ആയിരിക്കാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്? 4 കണ്ടീഷൻ ഞാൻ പറഞ്ഞു, ഗ്രാഫ് വരെ പറഞ്ഞു. ഇതിലേതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ അത് SHM ആയിരിക്കും. ഓക്കെ അല്ലേ? ഒരു ലോഡഡ് സ്പ്രിങ്ങിന്റെ ഓസിലേഷൻ വെച്ചുകൊണ്ട് അത് SHM ആണെന്ന് പരിശോധിച്ചു, ടൈം പീരീഡ് കണ്ടെത്തി. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അത് കഴിഞ്ഞ് സിമ്പിൾ പെൻഡലത്തിലേക്ക് എത്തി. ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിൽ ഒന്നാണ് സിമ്പിൾ പെൻഡലം. എന്താണ് സിമ്പിൾ പെൻഡലം എന്ന് പറഞ്ഞു? സിമ്പിൾ പെൻഡലത്തിന്റെ ഓസിലേഷൻ SHM ആണെന്ന് പ്രൂവ് ചെയ്തു, ടൈം പീരീഡ് കണ്ടെത്തി. ലാബിൽ ചെയ്യുന്ന പരീക്ഷണവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞു. നിങ്ങൾ ലാബിൽ ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെക്കുക, അത് ചോദിക്കാറുള്ളതാണ് പരീക്ഷയിൽ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ കാണാം.